അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യകൾ അല്ലേ. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ. നമ്മൾ കഴിഞ്ഞ കൊല്ലം കുറച്ചൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ ഉണ്ടാവും അല്ലേ. ഭിന്നസംഖ്യ എന്ന് പറയുമ്പോൾ ഒന്ന് അടിയിലും ഉണ്ടാവും, ഒരു സംഖ്യ മുകളിലും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ 5/3 അല്ലേ, ഇതൊരു ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യയാണ്. അതായത് മുകളിൽ ഒരു സംഖ്യ ഉണ്ടാവും, താഴെ ഒരു സംഖ്യ ഉണ്ടാവും അല്ലേ. അതല്ലെങ്കിൽ 4/5 ഇത് ഒരു ഫ്രാക്ഷനാണ് അല്ലേ. അല്ലെങ്കിൽ 1/2 ഇത് ഒരു ഫ്രാക്ഷനാണ്. അപ്പോൾ ഒരു ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു സംഖ്യ നമ്മൾ എഴുതും, പിന്നെ ഒരു ബൈ, അതിന് ശേഷം താഴെ ഒരു സംഖ്യ എഴുതും അല്ലേ. ഇനി നാം ഈ മുകളിൽ എഴുതുന്ന ഈ സംഖ്യക്ക് നമ്മൾ പേര് പറയുമല്ലോ. എന്താണ് പേര്? ഓർമ്മയുണ്ടോ? ന്യൂമറേറ്റർ അല്ലേ. അപ്പോൾ ഈ മുകളിലുള്ളതിന് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയും. അതായത് മലയാളത്തിൽ എന്ത് പറയും? അംശം എന്ന് പറയും. പിന്നെയോ താഴെയുള്ളതിന് എന്താ പറയുക? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഛേദം അല്ലേ. ഇനി ഇതിൻ്റെ നടുവിൽ എന്താണ്? ഒരു വരയും കൊടുക്കുക, അതിന് നമ്മൾ ബൈ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ മുകളിലുള്ളതിന് എന്ത് പറയും? ന്യൂമറേറ്റർ എന്ന് പറയും, അടിയിലുള്ളതിനെ ഡിനോമിനേറ്റർ എന്ന് പറയും. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പം നമ്മൾ ഇതേപോലെ എഴുതിക്കഴിഞ്ഞ ഒരു ഫ്രാക്ഷനായി, ഒരു ഭിന്നസംഖ്യയായി അല്ലേ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇപ്പം നോക്കിയാൽ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് നാം ഒരു സാധനത്തെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ ഈ അടിയിലുള്ള ഈ രണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് എത്ര ഈക്വൽ പാർട്സുകളാക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ അത് നമ്മൾ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി, അതിൽ ഒരു ഭാഗം, അതാണ് നമ്മൾ മുകളിൽ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം. ഇവിടെ 5 തുല്യ ഭാഗങ്ങളാക്കിയതിൽ 4 ഭാഗം. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരാൾ ഇപ്പോൾ സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നു, വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ നന്നായി ക്ഷീണിച്ച് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു വരുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ ഇപ്പോൾ ഒരു 2 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞിട്ട് ഒരു മിഠായി ചോദിച്ചപ്പോൾ ആ മിഠായിക്ക് 2 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു മിഠായി വാങ്ങി അല്ലേ. ഒരു മിഠായി വാങ്ങാൻ നമ്മളെ കയ്യിൽ പൈസ ഉള്ളൂ. അപ്പോൾ നാം എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളൊരു മിഠായി വാങ്ങി, ഇത്തിരി നീളത്തിലുള്ള മിഠായി എന്ന് വിചാരിക്കുക. ഒരു നീളത്തിലൊരു മിഠായി കിട്ടി നമുക്ക് 2 പേരുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളതിനെ നോക്കിയാൽ 2 ആയിട്ട് അങ്ങോട്ട് മുറിക്കും. 2 ആയിട്ട് മുറിച്ച് ഈക്വൽ പാർട്സ് ആക്കും അല്ലേ. ഇതിനെ ഒരു കഷ്ണം ആർക്ക് കൊടുക്കും? നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കും, ഒരു കഷ്ണം നമ്മൾ എടുക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫ്രാക്ഷനായിട്ട് എങ്ങനെ പറയാം? നമ്മൾ ഈ മിഠായിയെ 2 തുല്യ ഭാഗങ്ങളാക്കി അല്ലേ. അതായത് അപ്പോൾ അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ 2 എന്ന് പറഞ്ഞാൽ എത്ര ഭാഗങ്ങളാക്കി. അപ്പോൾ ഇവിടെ ഈ മിഠായിയെ നാം 2 തുല്യ ഭാഗങ്ങളാക്കി. അപ്പോൾ നമ്മൾ അടിയിൽ 2 എഴുതി. മനസ്സിലായോ? അതിൽ നിന്ന് ഒരു ഭാഗം നാം എന്ത് ചെയ്തു? നമ്മുടെ ഫ്രണ്ടിന് കൊടുത്തു അല്ലേ. അപ്പോൾ 1. അപ്പോൾ നമ്മളെ ഫ്രണ്ടിന് എത്ര കിട്ടി? 1/2 കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതിനെ 2 ഭാഗം തുല്യ ഭാഗങ്ങളാക്കി, അതിൽ ഒരു കഷ്ണം നമ്മൾ ഫ്രണ്ടിന് കിട്ടി. നമുക്ക് എത്ര കിട്ടി? ഒരു കഷ്ണം അല്ലേ. അപ്പോൾ ഈ കഷ്ണം നമ്മൾ എടുത്തു. അപ്പോൾ അത് 1/2. അതായത് 2 ആക്കിയത് ഒരു ഭാഗം ഞാനെടുത്തു അല്ലെങ്കിൽ നിങ്ങളെടുത്തു, ഒരു ഭാഗം നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മിഠായി കിട്ടണം അല്ലേ. ഒരു മിഠായിയാണ് നമ്മൾ 2 കഷ്ണമാക്കിയത്. അതായത് ഒരു മിഠായിനെ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിഠായി കിട്ടണം അല്ലേ. 2 കഷ്ണം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മിഠായി കിട്ടണം അല്ലേ. അതായത് ഇവിടെ അരയും ഹാഫും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് 1 ആണെന്നറിയാം അല്ലേ. പകുതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെ പറയും? ഇതെങ്ങനെ കിട്ടും? നമുക്കിപ്പോൾ വായ കൊണ്ട് പറയാം, പകുതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടുമെന്നറിയാം. പക്ഷെ ഇങ്ങനെ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നോക്കിയത് ഹാഫ്, അതിൻ്റെ കൂടെ ഈ ഹാഫും കൂടിയും കൂട്ടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ പറയുന്നതാണ് ഡിനോമിനേറ്റർ അല്ലേ. അപ്പോൾ എപ്പോഴും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ അതേ ഡിനോമിനേറ്റർ, അതേ ഛേദം തന്നെ നമ്മൾ ഇവിടെ എഴുതി, 2 എന്ന് എഴുതി. കണ്ടില്ലേ? നമ്മൾ 2 എന്ന് എഴുതി. ഇനി ഒന്നും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 2/2. 2/2 എന്ന് പറയുന്നത് എന്താ അർത്ഥം? അതായത് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭാഷയിൽ പറയുകയാണെങ്കിൽ 2 ഭാഗമാക്കിയതിൽ 2 കഷ്ണവും അല്ലേ. അപ്പോൾ 2 ഭാഗമാക്കിയതിൽ 2 കഷ്ണം എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മിഠായി മുഴുവനുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുമ്പോൾ എന്താണ്? 2/2 അല്ലേ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 2ൽ എത്ര 2 ഉണ്ട്? ഒരു 2 അല്ലേ. അപ്പോൾ 2/2 എന്ന് പറഞ്ഞാൽ 1. മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇക്കാര്യം. ഇനി നമ്മൾ നോക്കിയേ 1/2 1/2 തമ്മിൽ കൂട്ടി അല്ലേ. അപ്പം നമുക്ക് 1 കിട്ടി അല്ലേ.
ഒരു മിഠായി കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ എങ്ങനെ ചെയ്യാം? 1/2 ഹാഫ്. എത്ര ഹാഫ് ഉണ്ട്? 2 ഹാഫ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു 2. അതായത് ഉദാഹരണത്തിന് ഇങ്ങോട്ട് നോക്കിയേ, 3 + 3 + 3 + 3 ഇത് കൂട്ടണം. നാം എന്ത് ചെയ്യും? 3 3 6, 6 3 9, 9 3 12 നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു എത്ര 3 ഉണ്ട് ഇവിടെ? 1 2 3 4 അല്ലേ? അപ്പോൾ 3 × 4 = 12. അപ്പോൾ ഇങ്ങനെയും കിട്ടും നമുക്ക് അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ എത്ര ഹാഫ് ഉണ്ട്? ഹാഫ് പ്ലസ് ഹാഫ്. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു എത്ര ഹാഫ് ഉണ്ട് ഇവിടെ? 2 ഹാഫ് ഉണ്ട് അല്ലേ? ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് 2 ഹാഫ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹാഫ് ഇൻറ്റു 2. അപ്പോൾ ഇവിടെ എത്ര ഉത്തരം കിട്ടും നോക്കിയേ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? 1 × 2 ഇവർ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ 1 × 2 2, 2/2 അല്ലേ? 2/2 എന്ന് വെച്ചാൽ 1 നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ. അതല്ലെങ്കിലോ നമുക്ക് നോക്കിയാൽ 1/2 × 2. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലുള്ളതാണ് അല്ലേ? ഇത് ന്യൂമറേറ്റർ ആണ്. ഇതാണെങ്കിലോ ഡിനോമിനേറ്റർ, ഛേദമാണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ 2/2 അല്ലേ? 2 ഇവിടെയുണ്ട്, അടിയിൽ 2 ഉണ്ട്. അപ്പോൾ 2 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യുന്ന എത്രയായി? 2 2 കൂടി ക്യാൻസൽ ആയി പോയി അല്ലേ? അതായത് 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 1 കിട്ടി. ഇനിയുടെ ബാക്കി എത്ര ഉണ്ട്? 1. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 24 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വെക്കുക. ഞാൻ എന്താണെങ്കിലും ഒന്നാമത്തെ ചോദ്യം ഒന്ന് വച്ച് നോക്കിയാൽ, ഈച്ച് പീസ് ഓഫ് പംകിൻ വെയ്റ്റ് 1/4 kilogram. വാട്ട് ഈസ് ദി വെയ്റ്റ് ഓഫ് 2 pieces ടുഗദർ? വാട്ട് ഈസ് ദി വെയ്റ്റ് ഓഫ് 4 such pieces? പിന്നെ 6 pieces. ഇതാണ് ചോദ്യം. അതായത് ഈച്ച് പീസ് ഓഫ് എ പംകിൻ. പംകിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തങ്ങ അല്ലേ? അപ്പൊ മത്തങ്ങ ഒരു കഷ്ണത്തിന്റെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ട് 1/4 kilogram. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 അല്ലേ? 1/4. അത് നമ്മൾ 1/4 കിലോ എന്ന് പറയാമല്ലോ. അതാണ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 2 pieces ടുഗദർ? അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണത്തിന് 1/4 അല്ലെ? 1/4 kilogram ആണ് വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ 2 കഷ്ണത്തിന്റെ വെയിറ്റ് എത്ര? ഇതാണ് ചോദ്യം. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ നേരത്തെ മിഠായി പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് അതേ രൂപത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വെറുതെ ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വഴി എഴുതി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? വെയിറ്റ് ഓഫ് 1 piece ഓഫ് പംകിൻ അല്ലേ? അപ്പോൾ അത് ആദ്യം എഴുതാം. വെയിറ്റ് ഓഫ് 1 piece ഓഫ് പംകിൻ. അതായത് മലയാളം മീഡിയക്കാരൻ എന്ത് എഴുതണം? ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം അല്ലേ? അങ്ങനെ എഴുതി ഈക്വൽ ടു എത്രയാണ്? 1/4 kg. അതായത് 1/4 kilogram അല്ലെ? അതാണ് ക്വാർട്ടർ എന്ന് പറഞ്ഞത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അങ്ങനെയാണെങ്കിൽ 2 പീസിന് എത്ര വെയിറ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇതേപോലെ എഴുതാം. വെയിറ്റ് ഓഫ് 2 pieces 1 എന്നുള്ളടത്ത് 2 എന്ന് എഴുതാം. 2 pieces ഓഫ് പംകിൻ. അങ്ങനെയാണെങ്കിൽ 2 കഷ്ണം മത്തങ്ങയുടെ വെയിറ്റ്, ഭാരം, തൂക്കം അങ്ങനെ എഴുതാം. നമുക്ക് എന്ത് ചെയ്യാം? നാം ആദ്യം പറഞ്ഞ പോലെ തന്നെ നാം മിഠായിയുടെ കേസ് പറഞ്ഞ പോലെ നമുക്ക് നോക്കിയാൽ 1/4 + 1/4 എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1/4 അല്ലേ? എത്ര പീസാണ്? 2 പീസ് അല്ലേ? അപ്പോൾ 1/4 1/4 കിലോ ഉള്ള 2 കഷ്ണങ്ങളുണ്ട് അല്ലേ? ഇപ്പം നോക്കിയേ, 5 + 5 + 5 അല്ലേ? ഈ 3 5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടുമെന്ന് അറിയാം. ഓക്കെ. ഇതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാം? 5 എത്ര 5 ഉണ്ട് ഇവിടെ? 1 2 3 3 5 അല്ലേ? അപ്പോൾ നമുക്ക് 5 × 3 എന്ന് എഴുതാം. അതായത് 5ന്റെ 3 ഇരട്ടി അല്ലേ? 3 times of 5. അപ്പോൾ 5ന്റെ 3 ഇരട്ടി ഇങ്ങനെ ചെയ്യാം നമുക്ക് അല്ലേ? 5 × 1 2 3 എണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് 5 × 3 15. ഇങ്ങനെയും കിട്ടും ഉത്തരം അല്ലേ? അപ്പോൾ ഇതായിരിക്കും നമുക്ക് കൂടുതൽ എളുപ്പം ചെയ്യാൻ. ഇതിപ്പോൾ നമുക്ക് കുറേ സംഖ്യകളുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൂട്ടി പോകാനും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക, എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. അപ്പോൾ അതിനെ ഇൻറ്റു ആ സംഖ്യ അല്ലേ? എത്ര അക്കം അത് വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അപ്പോൾ അതേപോലെ ഇവിടെ നോക്കിയാൽ 1/4 കിലോ ഉണ്ട്. അങ്ങനത്തെ 2 എണ്ണത്തിൻ്റെ വിലയാണ് ചോദിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇൻറ്റു 2 മനസ്സിലായില്ലേ? 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 × 2 അല്ലേ? മുകളിലുള്ളത് തമ്മിൽ ഗുണിക്കുക. 1 × 2 2 ബൈ അടിയിൽ 4 2/4 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ 2/4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
4ൽ 2 ഭാഗം അല്ലേ, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. 4 4ൽ 2 ഭാഗം, അതായത് ഇതിൻ്റെ നോക്കിയാൽ ഇവിടെ എത്രയാക്കി അതിൻ്റെ പകുതിയാണ് മുകളിലുള്ളത് അല്ലേ. അപ്പം നമുക്ക് ഇതിനെന്ത് പറയാം? ഹാഫ് എന്ന് പറയാം അല്ലേ, 1/2 എന്ന് പറയാം അല്ലേ. ഇവിടെ എത്രയാണോ അതിൻ്റെ പകുതിയാണ് മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പകുതി എന്ന് പറയാം, ഹാഫ് ആണെന്ന് പറയാം അല്ലേ. ഇപ്പം നമ്മൾ നോക്കിയാൽ ഒരു മിഠായി നമ്മൾ 4 കഷ്ണങ്ങളാക്കി, തുല്യമായ 4 കഷ്ണങ്ങളാക്കി, 4 തുല്യ കഷ്ണങ്ങളാക്കി. അതിൽ നിന്ന് നമ്മൾ 2 കഷ്ണം എടുത്തു. ഈ കഷ്ണവും നമ്മൾ എടുത്ത് തിന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടും കഴിച്ചു. നമ്മളെ 2 ഫ്രണ്ട്സ് വരാണ്ട് അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഈ 2 കഷ്ണം കഴിച്ചു അല്ലേ. അപ്പോൾ 2 എണ്ണം എടുത്തു. അപ്പോൾ 4 കഷ്ണമാക്കി 2 കഷ്ണം എടുത്തു അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത്, നമ്മൾ എത്ര കഷ്ണം എടുത്ത് മൊത്തം എടുത്തിട്ടുണ്ട്? അപ്പോൾ നമുക്ക് 2/4 എന്ന് പറയാം. അതല്ലെങ്കിലോ ഈ മിഠായിയുടെ പകുതി ഭാഗം നമ്മൾ എടുത്തു അല്ലേ, പകുതി ഭാഗം എടുത്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം ഇവിടത്തെ സംഖ്യയുടെ പകുതി മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിനെ പറയാം ഹാഫ് എന്ന് പറയാം അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം? 2/4 എന്ന് പറഞ്ഞാൽ ഹാഫാണ്. ഇനി ഇവിടെ നോക്കിയാൽ 3/6 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോഴെന്താണ്? 6 കഷ്ണാക്കിയാൽ 3 ഭാഗം അല്ലേ, അപ്പോഴും നമുക്ക് ഹാഫ് എന്ന് പറയാം. ഇനി 10/20 എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഹാഫ് തന്നെയാണ് അല്ലേ. അപ്പോൾ അടിയിലുള്ളത് എത്രയാണോ അതിൻ്റെ പകുതിയാണ് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഹാഫ് എന്ന് പറയാം, പകുതിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വെയിറ്റ് ഓഫ് 2 പീസ് ഓഫ് പംകിൻ എത്ര വരും? 1/2 kg, അതായത് 1/2 കിലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഉത്തരം കിട്ടി. അതിൽ പിന്നെന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി വെയിറ്റ് ഓഫ് 4 സച്ച് പീസസ്? അങ്ങനെയാണെങ്കിൽ 4 അതേപോലത്തെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെയിറ്റ് ഓഫ് ഇതേപോലെ എഴുതാം, വെയിറ്റ് ഓഫ് അതേപോലെ തന്നെ എഴുതാം. വെയിറ്റ് ഓഫ് 1 പീസിന് പകരം എന്തെന്ന് എഴുതണം? 4 പീസ് അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് 4 പീസസ് അല്ലേ, 4 പീസസ് ഓഫ് പംകിൻ ഇതേപോലെ എഴുതാം. അതായത് മലയാളം മീഡിയക്കാരൻ എന്ത് എഴുതണം? 4 കഷ്ണം മത്തങ്ങയുടെ ഭാരം അല്ലേ. എന്ത് വരും? ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ 4 പീസിന്റെ വില എന്ത് വരും? നമ്മളിവിടെ 2 കൊണ്ട് ഗുണിച്ച പോലെ ഇവിടെ 4 കൊണ്ട് ഗുണിക്കുക. 4 കഷ്ണമാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 1 × 4 എത്ര വരും? 4, 4/4 അല്ലേ. അപ്പോൾ 4/4 എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഉത്തരം എത്രയാണ്? 1. അതായത് ഇനി ഈ തരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം? 4 പീസാക്കിയതിൽ 4 പീസ് കൊടുത്തു അല്ലേ. ഇപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ 4 കഷ്ണമാക്കി. ഇപ്പം 4 ആൾ ഒരുമിച്ചത് കഴിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് 4 കഷ്ണമാക്കി 4 കഷ്ണം ഉപയോഗിച്ചല്ലേ, അതായത് ആ മിഠായി നമ്മൾ മുഴുവൻ കഴിച്ചു. ശരിയല്ലേ? അപ്പോൾ 4/4 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ എങ്ങനെ പറയാം? 4/4. അപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടി അല്ലേ. അപ്പോൾ ഉത്തരം 1. അപ്പോൾ 1 kg. അപ്പോൾ 4 പീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തൂക്കത്തിലാണ് 1 കിലോ. ഇനി ചോദിച്ചിട്ട് എന്താണ്? 6 പീസ് ആണെങ്കിൽ എന്തായിരിക്കും വെയിറ്റ് അല്ലേ. അപ്പോൾ ഇതേപോലെ എഴുതാം, വെയിറ്റ് ഓഫ് 6 പീസസ് ഓഫ് പംകിൻ ഈക്വൽ ടു, അതായത് 6 കഷ്ണം മത്തങ്ങയുടെ തൂക്കം ഭാരം അല്ലേ. എന്ത് ചെയ്യണം നമുക്ക്? 1/4 ഇതാണ് ഒരു കഷ്ണത്തിൻ്റെ തൂക്കം ഇൻറ്റു 4ന് പകരം 6. അപ്പോൾ എന്ത് വരും ഇവിടെ? സീക്വൽ ഇത് തമ്മിൽ ഗുണിച്ചാൽ 1 × 6 6 6/4. ഇതിന് നമ്മൾ ചെറിയ രൂപത്തിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ 4ന്റെ ടേബിൾ അല്ലേ, 4ന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. അപ്പോൾ 4 1 × 4 4, 2 × 4 8 ആണ് അല്ലേ. അപ്പോൾ 8 ആണ്. അപ്പോൾ 6നേക്കാൾ മേലെ പോയി. അപ്പോൾ അത് പറ്റുമോ? പറ്റില്ല. അപ്പോൾ 1 × 4 4 അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്കിതിനെ ഹരിക്കാൻ പറ്റുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1 നമ്മളിവിടെ എഴുതി. ഇനി ബാക്കി എത്ര ഉണ്ട്? 1 × 4 4 ആണ് അല്ലേ. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 6 ഉണ്ട്. അപ്പോൾ എത്ര കൂടുതലുണ്ട്? 2 കൂടുതലുണ്ട് ഇവിടെ അല്ലേ. ആ 2 നമ്മളിവിടെ മുകളിൽ എഴുതി. ബൈ ഇനി ഇവിടെ എത്ര അടിയിലുള്ളത്? അത് അതേപോലെ തന്നെ ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 2/4 കിട്ടി. ഇതിനൊന്നും കൂടി നല്ല ഭംഗിയിൽ എഴുതാൻ പറ്റും. നോക്കിയേ, 1 2/4. 1നെ നമുക്കൊന്നും ചെയ്യേണ്ട, 1നെ അതേപോലെ കിടന്നോട്ടെ. 2/4 അല്ലേ. നമ്മളിവിടെ പറഞ്ഞു 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിൻ്റെ പകുതിയാണ് മുകളിലുള്ളത് അല്ലേ. ഒരു സംഖ്യ ഇതിൻ്റെ പകുതി മുകളിലുണ്ടെങ്കിൽ നാം എന്താ പറയുക? ഹാഫ് എന്ന് പറയും അല്ലേ. നമ്മളിവിടെ ചെയ്തു അല്ലേ. എവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. അടിയിലുള്ളതിൻ്റെ പകുതിയാണ് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നിൽക്കിയാൽ 2/4 എത്രയാണ്? ഹാഫ് അല്ലേ. അപ്പോൾ ഹാഫ് എഴുതി. ഇതിന് പകരം നമ്മൾ ഹാഫ് എന്ന് എഴുതി. അപ്പോൾ എന്ത് വന്നു? 1.5 കണ്ട. അപ്പോൾ 1.5 കിലോ ഇല്ലേ. നല്ല ഭംഗിയില്ലേ പറയാം നമുക്ക് ഇല്ലേ. നമ്മൾ 1 2/4 എന്ന് പറയുന്നതിലും എത്ര ഭംഗിയുണ്ട്? 1.5 കിലോ. അപ്പോൾ 1.5 കിലോ മത്തങ്ങ അല്ലേ. അത് നല്ല രസമുണ്ട് പറയാം അല്ലേ.
അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വായിച്ചു നോക്കിയാൽ, വി ക്യാൻ ഫിൽ എ കപ്പ് വിത്ത് 1/3 ഓഫ് എ ലിറ്റർ ഓഫ് മിൽക്ക്. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 കപ്സ്? അല്ലേ, ഇതാണ് ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കപ്പിൽ എത്ര പാല് കൊള്ളുന്നിട്ടുണ്ട്? 1 ലിറ്ററിന്റെ 1/3 അല്ലേ, അതായത് 1/3 ലിറ്റർ പാല് കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഒരു 2 കപ്പിൽ അല്ലേ, ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 കപ്സ്? 2 കുപ്പിയിൽ എത്ര പാല് കൊള്ളും? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു കുപ്പിയിൽ 1 ലിറ്ററിന്റെ 1/3 പാല് കൊള്ളും അല്ലേ. അപ്പോൾ ഞാനിവിടെ ദി ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ 1 കപ്പ്, അതായത് മലയാളത്തിൽ എന്തെന്ന് എഴുതാം? ഒരു കുപ്പിയിൽ കൊള്ളുന്ന പാല് അല്ലെ, ഒരു കുപ്പിയിൽ കൊള്ളുന്ന പാലിന്റെ അളവ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. സീക്വൽ ടു എത്രയാണ്? 1/3 ഓഫ് എ ലിറ്റർ അല്ലെ, അതായത് 1 ലിറ്ററിന്റെ 1/3 ഭാഗം അല്ലെ. 3 ഭാഗം, നമ്മൾ നേരത്തെ മിഠായിയുടെ കാര്യം പറഞ്ഞല്ലേ, അപ്പൊ 3 ഭാഗമാക്കിയതിൽ 1 ഭാഗം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/3 അണ്ടാ, 1/3 ഭാഗം. അപ്പൊ 1/3 ലിറ്റർ. അപ്പൊ ഒരു കപ്പിൽ 1/3 ലിറ്റർ പാല് കൊള്ളും. അങ്ങനെയാണെങ്കിൽ 2 കപ്പിൽ അല്ലെ എത്ര പാല് കൊള്ളും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ അതേപോലെ എഴുതാം, ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇതേപോലെ എഴുതാം, ഇൻ എത്ര കപ്പ്? 2 കപ്പ്, 2 കപ്സ് അല്ലെ. സീക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പോലെ, നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്താലും ഇത് ഒരു കപ്പിൽ എത്ര കൊള്ളും? 1/3 അല്ലേ. അങ്ങനെയാണെങ്കിൽ 2 കപ്പിൽ എത്ര കൊള്ളും? 1/3 ഇൻറ്റു 2 അല്ലേ, 2 കൊണ്ട് ഗുണിക്കുക. 3 കപ്പിലാണെങ്കിൽ 1/3 ഇൻറ്റു 3. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിയേ? 1 ഇൻറ്റു 2 2 ബൈ അടിയിൽ 3. അപ്പോൾ 2/3 ലിറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, മനസ്സിലായ? അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ കിടന്നോട്ടെ, 2/3 ലിറ്റർ. ഇനി എന്താണ് അടുത്ത ചോദ്യം? 4 കപ്പിൽ എത്ര കൊള്ളുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ എത്ര കപ്പ്? 4 കപ്സ്. അതായത് എന്തെന്ന് എഴുതാം നമുക്ക്? ഒരു 4 കപ്പിൽ കൊള്ളാവുന്ന പാലിന്റെ അളവ് സീക്വൽ ടു എന്ത് വരും? ഒരു കപ്പിൽ 1/3 ആണ്, 4 കപ്പിലാണെങ്കിൽ ഇൻറ്റു 4. കണ്ടില്ലേ? സീക്വൽ ടു 1 ഇൻറ്റു 4 4 ബൈ 3. അപ്പോൾ നമുക്ക് 4/3 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടിയിലുള്ളതിനേക്കാൾ വലുതാണ് മുകളിലെങ്കിൽ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതണം. ഇവിടെ നോക്കി അടിയിലുള്ളതിനേക്കാൾ, അതായത് ഡിനോമിനേറ്ററേക്കാൾ ചെറുതാണ് മുകളിലുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇവിടെ ആണെങ്കിലോ ഇതിനേക്കാൾ വലുതാണ് ഇത് അല്ലേ, അതായത് 4നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. കുറച്ച് ബാലൻസ്, കുറച്ച് റിമൈൻഡർ വരും അല്ലേ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതേ രൂപത്തിൽ തന്നെ ഇടണം. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. ഇതാണ് ചെറുതല്ലേ, ഇതിനേക്കാൾ ചെറുതാണിത്. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോൾ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇതേപോലെ വരുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ഭംഗിയിൽ എഴുതണം. ഭംഗിയിൽ എഴുതുന്ന വെച്ചാൽ 4നെ നല്ല വൃത്തിയിൽ എഴുതണം എന്നല്ല, ഇതിൻ്റെ രൂപം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പറയാൻ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1.5 കിലോ മത്തങ്ങ അല്ലേ, 1/4/2 എന്ന് പറഞ്ഞതിന് പകരം 1.5 കിലോ മത്തങ്ങ എന്ന് പറഞ്ഞു. അതേപോലെ ഇതിനെ നമുക്കൊന്ന് ഭംഗിയിൽ എഴുതാൻ നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 3ന്റെ ടേബിൾ നോക്കിയാൽ 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 3 6 അല്ലേ. അപ്പോൾ 4നേക്കാൾ വലുതായിപ്പോയി, വലുതാവാൻ പാടില്ല അല്ലേ. അപ്പോൾ 1 ഇൻറ്റു 3 3. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ 3 കൊണ്ട് അല്ലേ. അപ്പോൾ ഈ 1 നമ്മൾ ഇവിടെ എഴുതി. ഇനി നോക്കിയേ, 1 ഇൻറ്റു 3 3 അല്ലേ. ഇവിടെ എത്ര ഉണ്ട്? 4 ഉണ്ട്. അതായത് 1 കൂടുതൽ എടുക്കുന്നുണ്ട് അല്ലേ. ആ കൂടുതൽ എടുക്കണേ നമ്മൾ എന്ത് ചെയ്ത് മുകളിൽ എഴുതി, ബൈ ഈ 3 അതേപോലെ എഴുതി. നമ്മൾ നേരത്തെ ചെയ്തു അല്ലേ, അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/3 കിട്ടി. അതായത് 1 ലിറ്റർ പാലും ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 ലിറ്ററിൻ്റെ 1/3 ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇത്ര ലിറ്റർ. അപ്പോൾ 1 ലിറ്ററും ഉണ്ട്, 1 ലിറ്ററിൻ്റെ 1/3 പാലും ഉണ്ട്. അപ്പോൾ അത് നല്ലോണം മനസ്സിലായില്ലേ? ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. എന്താണ് ചോദ്യം എന്ന് വായിച്ചു നോക്കിയേ. വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺസ്, ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് എ മീറ്റർ? വാട്ട് അബൌട്ട് 5 പീസസ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കണം. 4 കഷ്ണം റിബണിന്റെ അല്ലെ, 4 കഷ്ണം റിബണിന്റെ നീളം എത്രയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര്? 3/4 ഓഫ് എ മീറ്റർ. ഒരു മീറ്ററിന്റെ 3/4 എന്ന് പറഞ്ഞാൽ 4/3 അല്ലെ. അപ്പൊ അത്രയാണ് ഒരു റിബണിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ 4 റിബണ് മൊത്തം എത്ര നീളം ഉണ്ടായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ലെങ്ത് ഓഫ് 1 പീസ് ഓഫ് റിബൺ അല്ലെ. അതായത്
ഒരു കഷ്ണം റിബണിന്റെ നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3/4 അല്ലേ? 3/4, അതായത് 3/4 മീറ്റർ ആണ് ഒരു കഷ്ണം റിബണിന്റെ നീളം. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 4 കഷ്ണം റിബണിന്റെ നീളം എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതാം അല്ലേ? ലെങ്ത് ഓഫ്, അപ്പോൾ മലയാളം മീഡിയക്കാർ ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് അതേപോലെ എഴുതാം ഇവിടെ ഇല്ലേ? അപ്പോൾ അതേപോലെ ഞാനിവിടെ എഴുതുന്നില്ല, അത് മലയാളത്തിൽ എഴുതിയാൽ മതി. എന്തൊക്കെയാണ്? ലെങ്ത് ഓഫ് 1 പകരം 4 അല്ലേ? 4 പീസസ് എന്ന് എഴുതാം. അപ്പോൾ ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺ, അതായത് 4 കഷ്ണം റിബണിന്റെ നീളം എന്ത് വരും? ഒരു കഷ്ണം റിബണ് 3/4 ആണ് നീളം. അങ്ങനെയാണെങ്കിൽ 4 കഷ്ണം റിബൺ എന്ത് വരും? 3/4 ഇൻറ്റു 4. കണ്ട? അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നുകിൽ നോക്കിയേ, മുകളിൽ 4 ഉണ്ട് അല്ലേ, അടിയിലും 4 ഉണ്ട് അല്ലേ? അതായത് ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ. അതായത് 4നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതായത് നമുക്ക് 4നെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഇതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് പോയി. ബാക്കി എത്ര ഉണ്ട് ഇവിടെ? ബാക്കി 3 അല്ലേ? അപ്പോൾ നമുക്കൊരു 3 മീറ്ററിന് ഉത്തരം കിട്ടി. ഇനി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇവർ തമ്മിൽ ഗുണിച്ച് നോക്കാം. 3 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 അല്ലേ? 12 ബൈ അടിയിൽ 4. 12/4 എത്ര പറഞ്ഞാൽ എത്രയാണ്? 12 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 4ന്റെ ടേബിളിൽ 1 × 4 4, 2 × 4 8, 3 × 4 12 അല്ലേ? അപ്പോൾ 3 പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 12/4 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഉത്തരം കിട്ടി. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് എബൌട്ട് 5 പീസ്? 4 കഷ്ണം റിബൺ ആണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും നീളം അല്ലേ? അപ്പോൾ ഇതേപോലെ എഴുതാം. ലെങ്ത് ഓഫ് 1ന് പകരം 5 അല്ലേ? 5 പീസ്, 5 പീസസ് ഓഫ് റിബൺ, അതായത് 5 കഷ്ണം റിബണിന്റെ നീളം സീക്വൽ ടു ഒരു കഷ്ണം റിബണിന്റെ നീളം എത്രയാണ്? 3/4 ഇൻറ്റു അല്ലേ? 5 കഷ്ണത്തിനാണ് ചോദിക്കുന്നത്, അപ്പോൾ ഇൻറ്റു 5. ഇവിടെ എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ ചെയ്ത പോലെ ഇങ്ങനെ 5നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആദ്യം ഇവർ ഗുണിച്ചിടാം. 3 × 5 എത്രയാണ്? 3 × 5 15 അല്ലേ? 15/4. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക്? കണ്ട, ഇത് മുകളിൽ വലുത് അല്ലേ? മുകളിലെ സംഖ്യ വലിയ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വൃത്തിയും വെടുപ്പിൽ എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയാൽ 15നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അപ്പോൾ 4ന്റെ ടേബിൾ നോക്കിയാൽ 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16 അല്ലേ? അപ്പോൾ 16. അപ്പോൾ ഇതിനേക്കാൾ മേലെ പോയി. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ എത്ര വരും? 3 × 4 12 അല്ലേ? അപ്പോൾ 3 പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 3 നമ്മൾ ഇവിടെ എഴുതി. ഇനി 3 × 4 എത്രയാണ്? 12 ആണ്, 12 ആണ് അല്ലേ? ബാക്കി എത്ര ഉണ്ട് ഇവിടെ? ബാക്കി 12 കഴിഞ്ഞിട്ട് 3 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? ആ 3 നമ്മളിവിടെ മുകളിൽ എഴുതി. പിന്നെ ബൈ, പിന്നെ 4 അതേപോലെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/4 അല്ലേ? 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 മീറ്റർ അല്ലേ? അപ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് പറഞ്ഞൂടെ എത്ര മീറ്റർ ഉണ്ടാവുമെന്ന് വെച്ചാൽ 3/4 മീറ്റർ. കണ്ടാ, ഇവിടെ 15/4 മീറ്റർ എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. ഇത് നമുക്ക് നോക്കിയാൽ കേൾക്കുന്നവർക്കും പറയാൻ നല്ല സന്തോഷം ഉണ്ടാവും, പറയുന്നവർക്കും സന്തോഷം ഉണ്ടാവും. എത്ര ഉണ്ട്? 3/4 മീറ്റർ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 3/4 മീറ്റർ. അപ്പോൾ ഈ ചോദ്യം ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് 4ാമത്തെ ചോദ്യം? ഇറ്റ് ടേക്സ് 1/4 hour ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. അതായത് ഒരു കളിസ്ഥലം, അപ്പോൾ നമ്മുടെ സ്കൂളിലെ കളിസ്ഥലം ഉണ്ടാവും, ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ? അതേപോലത്തെ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഇങ്ങനെ അതിൻ്റെ അറ്റത്ത് കൂടി ചുറ്റും ഇങ്ങനെ നടക്കണമെങ്കിൽ എത്ര സമയം വേണം നമുക്ക്? 1/4 മണിക്കൂർ അല്ലേ? അത് 1/4 മണിക്കൂർ വേണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് 4 times അറൗണ്ട് അറ്റ് ദിസ് സ്പീഡ്? അപ്പോൾ ഇതേ സ്പീഡിൽ, ഇപ്പോൾ ഈ നടക്കുന്ന അതേ സ്പീഡിൽ നമുക്ക് 4 പ്രാവശ്യം നടക്കാൻ. അപ്പോൾ ഒരു പ്രാവശ്യം നടക്കുന്നതിൻ്റെ സമയം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1/4 മണിക്കൂർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ 4 റൗണ്ട് നമുക്ക് നടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര സമയം വരും? അപ്പോൾ നമ്മൾ നോക്കിയാൽ ചെയ്യുന്നതൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ഒരു ചോദ്യം ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എല്ലാ ചോദ്യവും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതണം? അപ്പം ഞാൻ ഇങ്ങനെ എഴുതി, ടൈം ടേക്കൺ ടു വാക്ക് 1 റൗണ്ട് അല്ലേ? അതായത് ഗ്രൗണ്ടിന് ചുറ്റും ഒരു വട്ടം കറങ്ങി നടക്കാൻ വേണ്ട സമയം. എത്ര സമയം വേണം നമുക്ക്? 1/4 മണിക്കൂർ അല്ലേ? അപ്പോൾ 1/4 അവർ. മനസ്സിലായല്ലോ? അപ്പോൾ ടൈം ടേക്കൺ ടു വാക്ക് 1 റൗണ്ട്, ഒരു റൗണ്ട് നടക്കാൻ വേണ്ട സമയം എത്രയാണ്? 1/4 അവർ, അതായത് 1/4 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 4 റൗണ്ട് നടക്കാനുള്ള സമയമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ടൈം ടേക്കൺ, ഇതേപോലെ തന്നെ എഴുതാം, ടു വാക്ക് എത്ര? 1ന് പകരം 4 റൗണ്ട്സ്.
അപ്പോൾ 4 റൗണ്ട് നടക്കാൻ വേണ്ട സമയം എത്ര വരും? ഒരു റൗണ്ടിന് നമ്മൾ 1/4 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ 4 റൗണ്ടിന് എത്ര വേണം? ഇൻറ്റു 4 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ 4 ഉണ്ട്, അടിയിൽ 4 ഉണ്ട് അല്ലേ? അപ്പോൾ 4/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 2 ആൾ നമുക്ക് ക്യാൻസലായി പോയി അല്ലേ? ബാക്കി എത്ര ഉണ്ട്? 1. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഗുണിക്കുമ്പോൾ 1 × 4 ബൈ അടിയിൽ 4 അല്ലേ? അപ്പോഴും നമുക്ക് 4/4 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 മണിക്കൂർ. ഇനി 7 പ്രാവശ്യം നടക്കാനതിന് ചുറ്റും. അപ്പോൾ എഴുതാം ടൈം ടേക്കൺ ടു വാക്ക് 4 റൗണ്ട്സ്. 7 റൗണ്ട്സ് അല്ലേ? 7 പ്രാവശ്യം ചുറ്റിക്കറങ്ങാൻ വേണ്ട സമയം എത്ര വരും? അപ്പോൾ 1/4 അതിനെന്ത് ചെയ്യണം നമ്മൾ? 7 റൗണ്ട് വേണം അല്ലേ? അപ്പോൾ ഇൻറ്റു 7 സീക്വൽ ടു 1 × 7 7 7/4 കണ്ട 7/4. ഇവിടെ നോക്കി, ഇവിടെ ഇത് വലുതല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തിട്ടൊന്ന് നല്ല മൊഞ്ചായ രൂപത്തിൽ എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ? 7/4 അല്ലേ? 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4ൻ്റെ ടേബിൾ 1 × 4 4, 2 × 4 8 അല്ലേ? അപ്പോൾ അത് പറ്റില്ല, 2 പറ്റില്ല. അപ്പോൾ എത്ര പറ്റുള്ളൂ? 1 × 4 4 അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 എഴുതി. ഇനി 1 × 4 4 കഴിഞ്ഞ് ബാക്കി എത്ര ഉണ്ട് ഇവിടെ? 3 ഉണ്ട് അല്ലേ? 3 കൂടുതലല്ലേ ഇവിടെ? ആ 3 നമ്മൾ ഇവിടെ എഴുതി ബൈ 4. അപ്പോൾ നമുക്ക് നോക്കിയേ 3/4 തന്നെ 3/4 അല്ലേ? അപ്പോൾ 1/4 മണിക്കൂർ വേണം അല്ലേ? അപ്പോൾ പറയാനൊരു സുഖമില്ലേ പറയാൻ? അപ്പോൾ 1/4 അവേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്കതിൽ ബാക്കി ചോദ്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.